എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൃക്കാർത്തിക ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ദിനത്തിൽ എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു പ്രസാദച്ചോറ് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കാം. പാച്ചോറെന്നും ചക്കരച്ചോറും മധുരച്ചോറും അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ ഒരു നെയ്ച്ചോറ് ഇന്ന് ഈ കാർത്തിക ദിനത്തിൽ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ശബരിമലയിൽ കെട്ട് നിറച്ചിട്ടുള്ള അരിയും അഭിഷേകം ചെയ്തെടുത്തിട്ടുള്ള നെയ്യും കൂടെ ചേർത്തിട്ടാണ്. നിങ്ങളുടെ കൈവശം ഇതുപോലെ അരിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിലെ നിത്യമുള്ള പച്ചരി വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മധുരച്ചോറ് പഴയകാല നാടൻ വിഭവം കൂടിയാണ്. ഈ ഒരു മധുരച്ചോറ് അമ്പലങ്ങളിലും പള്ളികളിലും പ്രസാദമായിട്ട് കൊടുക്കാറുമുണ്ട്. വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഈ ഒരു മധുരച്ചോറ് എങ്ങനെയാണ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഈ ഒരു പാച്ചോറ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഞാൻ നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെന്തു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അഭിഷേകം ചെയ്ത നെയ്യാണ്. ഈ മലക്കൊക്കെ പോയി വരുമ്പോൾ കെട്ടിൽ നിറച്ച അരി ഒരു നേർച്ച പോലെ ഉണ്ടാക്കി അയൽവക്കക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതിലേക്ക് അഭിഷേകം ചെയ്ത കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നെയ്യ് ഇതിലേക്ക് ചേർത്തപ്പോൾ കയ്യിൽ ഒന്ന് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒന്ന് ഉരുകി കിട്ടും. ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 5 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ നമ്മുടെ തവിന്ന് ഉരുകി പോയിട്ടുണ്ട്. കുക്കർ മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെയും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് 3/4 കിലോ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. 2 നാളികേരം, ഈ ഒരു വലിപ്പത്തിലുള്ള നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. നമുക്ക് നാളികേരം ഒന്ന് തിരുമ്മിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി വെക്കാം. ഒതുക്കി എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഒതുക്കാനായിട്ട്. അത്ര ഇപ്പോൾ ചൂടായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അഭിഷേകം ചെയ്ത നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് മുഴുവനും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനിയൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ അരിച്ചെടുക്കണം. കണ്ടോ, ഇത്രയും തന്നെ അഴുക്ക് ശർക്കരപ്പാനിയിൽ ഉണ്ടായിരുന്നു. ഇനി ഈ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർക്കാം. കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കട്ടകളൊന്നും ഉടഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായി വരും. ഇനി ബാക്കിയുള്ളതും കൂടെ ചേർക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് മുഴുവനും തന്നെ ഞാൻ ഈ ശർക്കരപ്പാനിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിൽ കിടന്ന് റൈസ് ഒന്നും കൂടെ വെന്ത് വരട്ടെ. അരി വേവിച്ച് എടുക്കുന്ന സമയത്ത് നല്ല പോലെ വെന്തതിന് ശേഷമായിരിക്കണം ശർക്കരപ്പാനിയിലേക്ക് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ അരി പിന്നീട് വേവില്ലാട്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. വെന്ത ചോറിലേക്കായിരിക്കണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചുകൂടി എടുക്കാം. സമയത്ത് നമ്മൾ കാണിച്ച നാളികേരം ഞാനൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. നാളികേരം ഇതേ രീതിയിൽ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു റൈസിലേക്ക് ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യൂസും റൈസിൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മധുരച്ചോറ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. നമ്മൾ ഉണ്ടായിരുന്ന നെയ്യ് മുഴുവനും തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടി ചേർക്കാം. ഈ ചുക്കും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ടല്ല പൊടിച്ച് വെക്കുന്നതെങ്കിൽ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. പഞ്ചസാര ഇല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടവും ചേർക്കാട്ടോ. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഏലക്കയും ചുക്കും കൂടി ചേർത്ത പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മധുരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം.
നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അരി ഇല്ലെങ്കിൽ വീട്ടിലുള്ള പച്ചരി കൊണ്ടോ പുഴുങ്ങലരി വെച്ചിട്ടോ ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.